സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിലെ NPV ആൻഡ് IRR റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഏരിയ NPV ആൻഡ് IRR എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ജൂലൈ 2023 ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. So statement 1 വരികയാണെങ്കിൽ the project with a negative NPV will have a profitability index greater than 1 and 2 profitability less than 1 indicates that project NPV is positive. So ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, എന്താണ് അതിൻ്റെ ഇക്വേഷൻ, എന്താണ് NPV, എന്താണ് അതിൻ്റെ ഇക്വേഷൻ, ഇത് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുക. സോ അങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം. നമ്മൾ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ളൊരു റീഡിങ് വഴി നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ കൃത്യമായി കോൺസെപ്റ്റ് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുകയും നമ്മൾ അതാത് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ തരത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ക്രാക്ക് ചെയ്യാം. സോ ആ ഒരു രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ ബി അക്കാഡമിയുടെ സെറ്റ് കോച്ചിങ് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് LMS പ്ലാറ്റ്ഫോം 24/7 നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന LMS പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ പല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന ടൈമിലിരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം ലൈവ് സെഷൻ ത്രൂ നിങ്ങൾക്ക് ടോപ്പിക്കുമായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഏരിയ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ലഭിക്കും എന്നുള്ളതാണ്. സോ എനിവേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും തിരിച്ചു വരാം. സോ ഇത് ആൻസർ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, അതുപോലെ നെറ്റ് പ്രസന്റ് വാല്യൂ, രണ്ടിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്? സോ എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക് യൂസ് ടു ഇവാലുവേറ്റ് ദ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് ഫോർ ദെയർ വയബിലിറ്റി ഓർ പ്രോഫിറ്റബിലിറ്റി. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല പ്രൊജക്റ്റുകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് പല അസറ്റ്സുകളുണ്ട്. ഇതിൽ ഏത് പർച്ചേസ് ചെയ്താലാണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ എന്ത് ഡെസിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് വരിക. അപ്പം നമുക്ക് അത് ഏതാണ് സ്യൂട്ടബിൾ അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റ് ആയിരിക്കും നമുക്ക് വയബിൾ എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നവയാണ് ഈ ടെക്നിക്സുകളൊക്കെ. അപ്പം നമുക്കതിൽ മോഡേൺ ടെക്നിക്സും ഉണ്ട്, ട്രഡീഷണൽ ടെക്നിക്സും ഉണ്ട്. ട്രഡീഷണൽ വരുന്നതാണ് പേ ബാക്കും അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റിട്ടേൺ റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്ന NPVയും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും ഒക്കെ ശരിക്കും മോഡേൺ മെത്തേഡ്സുകളാണ്. അതായത് ടൈം വാല്യൂ ഓഫ് മണിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്ന ടെക്നിക്സുകളാണ് ഈ പറയുന്ന മെത്തേഡുകളൊക്കെ. സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ അത് എത്രത്തോളം വയബിൾ ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്ന ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആൻഡ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കിട്ടുന്ന, നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബിസിനസ്സിനുള്ളിലേക്ക് വരുന്ന ഇൻഫ്ലോസും നിങ്ങൾ ഇതിനു വേണ്ടി മുടക്കിയ തുകയുണ്ട്, അതിനെ ഔട്ട്ഫ്ലോസ് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രസന്റ് വാല്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ എവിടെ എടുക്കാനായിട്ട് നോക്കുന്നത്, ഈ പറയുന്ന പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ എടുക്കാനായിട്ട് നോക്കുന്നത്. ഇതിനെ നമുക്ക് മറ്റ് പേരുകൾ കൂടി പറയാം. പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ PIR, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഈ ടേം ഇതിനു മുമ്പ് സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ആൻഡ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ, ഇതൊന്നും നമ്മളങ്ങനെ ഒത്തിരി കേൾക്കാത്തതാണ്, VIR. സോ ഇതെല്ലാം എന്ത് തന്നെയാണ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് തന്നെയാണ്. സോ പൊതുവേ നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിഗേഴ്സ് ഉള്ള പ്രൊജക്റ്റുകൾ ചൂസ് ചെയ്യാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഇപ്പം പ്രോജക്റ്റ് A ആണെങ്കിൽ നിങ്ങളൊരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം, പ്രോജക്റ്റ് B ആണെങ്കിൽ 12 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിഗേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ ആ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഏതെന്ന് പറയുന്നത്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, അപ്പോൾ ഇൻഫ്ലോസ് ബൈ ഔട്ട്ഫ്ലോസ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ എവിടെ കൺസിഡർ ചെയ്യുന്നത്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഈക്വൽ ആവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എത്ര വരും, 1 എന്ന് വരും. നിങ്ങൾക്ക് ഇൻഫ്ലോ ഒരു 50,000 ഉണ്ടായി, നിങ്ങളുടെ ഔട്ട്ഫ്ലോ അതായത് നിങ്ങൾ ഇതിന് വേണ്ടി മുടക്കിയത് ഒരു 50,000 ആണ്. സോ 50,000 ബൈ 50,000 എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് 1. സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 വന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ചിലവായ തുക തന്നെ നിങ്ങൾക്ക് കിട്ടി, പ്രത്യേകിച്ച് കൂടുതൽ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് വരുന്ന ഒരു ഒന്നിലും ചെറിയ വാല്യൂ ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം, ഒന്നിലും കുറയുന്ന എപ്പോഴാണ്, നമ്മുടെ
ഔട്ട്ഫ്ലോസ് കൂടി നിൽക്കുമ്പോഴാണ്. അതായത് നമ്മൾ അങ്ങോട്ട് ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ നമുക്ക് ഇങ്ങോട്ടൊരു 80,000 കിട്ടിയുള്ളൂ. സോ നമ്മുടെ ഇൻഫ്ലോസ് എന്ന് പറയുന്നത് ഔട്ട്ഫ്ലോയേക്കാൾ കുറഞ്ഞു നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഇസ് ചെറിയ, അല്ലെ, ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂയിലേക്ക് ഇത് പോകുന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന 1ലും താഴെ ഒരു നമ്പർ ആയിരിക്കും. 1ൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻഫ്ലോസ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈക്വൽ ആണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 ആയിരിക്കും. ഇൻഫ്ലോസ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാല്യൂ 1ൽ കൂടുതൽ വരും. ഇൻഫ്ലോസ് കുറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാല്യൂ 1ൽ താഴെ വരും എന്നുള്ളതാണ്. ഓക്കെ. ഇവിടുത്തെ നമ്മുടെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്ട് റൂൾ എന്താണെന്ന് നോക്കിക്കേ. ഇഫ് പ്രോഫിറ്റ് ഇൻഡെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ദ പ്രൊജക്ട് ഷുഡ് ബി അക്സെപ്റ്റഡ്. എന്തുകൊണ്ടാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1ൽ കൂടുന്നത്? എപ്പോഴായിരിക്കും?
ഇൻഫ്ലോസ് കൂടി നിൽക്കുമ്പോഴാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് അതിൽ നിന്ന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണം. ഇഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് ലെസ് ദാൻ 1, പ്രോഫിറ്റ് ഇൻഡെക്സ് 1 കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ റിജക്ട് ചെയ്യണം. ബിക്കോസ് അത് നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങൾ മുടക്കിയ തുക പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ 1 കൂടുതലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, 1 കുറവാണെങ്കിൽ റിജക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എവിടെ പറയുന്നത്? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ പറയുന്നത്. നൗ ഇനി NPVയിലേക്ക് വരാം. NPV എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രസന്റ് വാല്യൂ. നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റേഷ്യോ ആണ് എടുത്തതെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂവിൽ ഈ 2 വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് cash outflow. So management is required to select or fix an acceptable minimum rate of return, that is cut off rate for. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു കട്ട് ഓഫ്, അതായത് മിനിമം ഇത്രത്തോളം റിട്ടേൺ കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ആൻഡ് നിങ്ങൾ ഇൻഫ്ലോസ് എടുക്കുമ്പോൾ എപ്പോഴും എടുക്കേണ്ടത് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആണ് കേട്ടോ. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്? ഇഫ് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് എക്സീഡ് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ്, നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതായത് ബേസിക്കലി പറഞ്ഞാൽ നിങ്ങളുടെ ഇൻഫ്ലോ കൂടി നിൽക്കുകയും ഔട്ട്ഫ്ലോ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. നേരെ മറിച്ചാണെങ്കിൽ ഔട്ട്ഫ്ലോ ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ലെറ്റ് സി, ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫ്ലോ ആണ് കൂടി നിൽക്കുന്നത്, അപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. നേരെ മറിച്ച് ഔട്ട്ഫ്ലോ കൂടി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യണം. ഓക്കെ, സോ ആ ഒരു ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ തീരുമാനം എടുക്കുക. സോ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. എന്തുകൊണ്ടായിരിക്കും പോസിറ്റീവ് വാല്യൂ വരുന്നത്? ഇപ്പം നിങ്ങളുടെ ഇൻഫ്ലോ എന്ന് പറയുന്നത് 1 ലക്ഷം, നിങ്ങളുടെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 80,000. സോ 1 lakh minus 80,000, നമുക്ക് എത്ര കിട്ടി? 20,000 കിട്ടി. ദറ്റ് ഇസ് എ പോസിറ്റീവ് വാല്യൂ. സോ യു ക്യാൻ അക്സെപ്റ്റ്. നേരെ മറിച്ച് നെഗറ്റീവ് എപ്പോഴായിരിക്കും വരുന്നത്? ഔട്ട്ഫ്ലോ കൂടി നിൽക്കുമ്പോഴാണ്. അതായത് നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് ഒരു 1 lakh, നിങ്ങളുടെ ഇൻഫ്ലോ എന്ന് പറയുന്നത് 1 lakh, ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 1,20,000. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോൾ 1 lakh minus 1,20,000 വരും. വിച്ച് മീൻസ് 20,000 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ആ ഒരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഇനി രണ്ടും നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടിയെങ്കിൽ ഹയസ്റ്റ് വാല്യൂ ഉള്ള ചൂസ് ചെയ്യണം. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ NPV എന്ന് പറയുന്നത് 30,000 ആണ്, മറ്റൊന്നിൻ്റെ 40,000 ആണെങ്കിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യണം? 40,000 NPV കിട്ടിയ പ്രൊജക്റ്റ് ചൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് NPV, എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ. നമുക്ക് വീണ്ടും ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ പ്രോജക്റ്റ് വിത്ത് നെഗറ്റീവ് NPV. പ്രോജക്റ്റ് വിത്ത് നെഗറ്റീവ് NPV എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിക്കേ. ഇൻഫ്ലോയേക്കാൾ കൂടുതൽ ഔട്ട്ഫ്ലോ ഉണ്ട്, ശരിയല്ലേ? ഇൻഫ്ലോയേക്കാൾ കൂടുതൽ ഔട്ട്ഫ്ലോ ഉണ്ട്, നിങ്ങളുടെ ചിലവാണ് കൂടുതൽ. അങ്ങനെയാകുമ്പോഴാണ് NPV നെഗറ്റീവ് ആവുന്നത്, അല്ലേ? സോ വിൽ ഹാവ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ NPV നെഗറ്റീവ് ആകണമെങ്കിൽ ഇൻഫ്ലോ കൂടി നിൽക്കണം, ശരിയല്ലേ? ഔട്ട്ഫ്ലോ കൂടി നിൽക്കണം, റൈറ്റ്? ഔട്ട്ഫ്ലോ കൂടി നിൽക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് നമ്മൾ ഓർക്കുക. നമ്മളൊരു ജസ്റ്റ് പറയാൻ എളുപ്പത്തിന് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പറയുകയാണ്, ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഒരു 100 ആണ്, ഇൻഫ്ലോ എന്ന് പറയുന്ന ഒരു 50 ആണ്. 50, 100 and 50. സോ നിങ്ങൾ 100 minus 50 ചെയ്യുന്നു, 50 minus 100 ചെയ്യുന്നു, -50 കിട്ടി. NPV നിങ്ങൾക്ക് എത്ര വന്നു? -50 വന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 100ഉം ഇൻഫ്ലോ എന്ന് പറയുന്നത് 50. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇക്വേഷൻ എന്താണ്? നെറ്റ് പ്രസന്റ് വാല്യൂവിൻ്റെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. സോ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? 50. സോ 50 minus 100 വരുമ്പോൾ -50 വരും. സോ NPV നെഗറ്റീവ് ആണ്. ഇനി അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയേ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീണ്ടും അതിലേക്ക് തിരിച്ചു വരാം, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിലേക്ക്. ഇൻഫ്ലോസ് മൈനസ് ഔട്ട്ഫ്ലോ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഇൻഫ്ലോ എത്രയായിരുന്നു? ഇൻഫ്ലോ 50 ആയിരുന്നു, ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 100 ആണ്. സോ 50/100 എന്ന് വരും, ശരിയല്ലേ? 50/100 എന്ന് വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 50/100 എന്ന് പറയുമ്പം നേർപകുതിയാണ്, ശരിയല്ലേ? 50/100 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹാഫ് ആണ്, അല്ലേ? 1/2 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, വിച്ച് മീൻസ് 0.5 ആണ്. സോ 0.5 എന്നാണോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ.
പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഒരിക്കലും അല്ല, ലെസ് ദാൻ 1 ആയിരിക്കും, ഒന്നിലും കുറവായിരിക്കും. അപ്പം NPV എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒന്നിൽ കുറവായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നേ, പ്രോഫിറ്റബിലിറ്റി ലെസ് ദാൻ 1 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് NPV ഈസ് പോസിറ്റീവ്. പ്രോഫിറ്റബിലിറ്റി ലെസ് ദാൻ 1 ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രോഫിറ്റബിലിറ്റി ഒന്നിൽ കുറയുന്നത് എപ്പോഴായിരിക്കും? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒന്നെങ്കിലും ആകണമെങ്കിൽ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈക്വൽ ആയിരിക്കണം, ശരിയല്ലേ? ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈക്വൽ ആകുമ്പോഴാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 വരുന്നത്. ഇൻഫ്ലോ ഇനി അതിലും കുറഞ്ഞു പോകുമ്പോഴാണ് നെഗറ്റീവ് വാല്യൂ, ഐ മീൻ നിങ്ങൾക്ക് ഡെസിമലിലേക്ക് പോകുന്നു, ഒന്നിന് താഴത്തോട്ടുള്ള വാല്യൂ പോകുന്നത്. അപ്പം ലെസ് ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇൻഫ്ലോ എന്ന് പറയുന്നത് ഔട്ട്ഫ്ലോയേക്കാൾ കുറവാണെന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ NPV പോസിറ്റീവ് വരുമോ? ഒരിക്കലും ഇല്ല, NPV നെഗറ്റീവ് ആയിരിക്കും. ശരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ഇങ്ങനെ വരണം: ദ പ്രൊജക്റ്റ് വിത്ത് നെഗറ്റീവ് NPV വിൽ ഹാവ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1. ഈ ഗ്രേറ്റർ എന്നുള്ളത് ലെസ് ദാൻ ആയിരുന്നെങ്കിൽ അത് ശരിയാന്ന് പറയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പ്രോജക്റ്റ് NPV ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എന്നും ഇവിടെ ലെസ് ദാൻ 1 എന്നും ആയിരുന്നുവെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയായിരുന്നു. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് റോങ് ആണ്. അപ്പം നിങ്ങൾ ആ പെർട്ടിക്കുലർ ആയിട്ട് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഏത് ഓപ്ഷൻ വരും? ബോത്ത് 1 and 2 ആർ. സോ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി ആ കോൺസെപ്റ്റിനെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് അത് വായിച്ചു വിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് പോയിന്റ്സുകൾ പഠിച്ചു എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, വളരെ ഡയറക്റ്റ് ആയിട്ടല്ല ചോദിച്ചിരിക്കുന്നത്. അതൊന്ന് അപ്ലൈ ചെയ്ത് ചിന്തിച്ചാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കണമെങ്കിൽ കോൺസെപ്റ്റിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിലാണ് അത് സാധിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലെ ഏത് ടെക്നിക്കിൽ നിന്നും ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.